ഹലോ ഫ്രണ്ട്സ്, കൂട്ടുകാരെ. നമ്മുടെ രാജ്യം ഇപ്പം കടന്നു പോകുന്നത് ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല അവസ്ഥയല്ല ഏതൊരു രാജ്യത്തിൻ്റെ ആയാലും. പിന്നെ നമ്മുടെ രാജ്യത്തെ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ വന്നാൽ വിട്ടുകൊടുക്കുന്ന ഒരിതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും ജാതിയും മതവും പാർട്ടിയും കാര്യങ്ങളും എല്ലാം മറന്ന് ഒന്നായി നിൽക്കുന്ന ഇതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിലെ പട്ടാളക്കാർക്ക്, ഭരണാധികാരികൾക്ക്, നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരന്മാർക്കും, ഓരോ പട്ടാളക്കാർക്കും, നമ്മുടെ ബോർഡ് അതിർത്തികളിൽ നമ്മൾ സുരക്ഷിതമായി ഉറങ്ങുവാൻ നമ്മളെ സഹായിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത്, ശത്രുവിനെ നിർവീര്യമാക്കിക്കൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന, നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, കഴിക്കുന്നു, ഉണരുന്നു, എടുക്കുന്നു. പക്ഷെങ്കിൽ നമ്മുടെ പട്ടാളക്കാർ, നമ്മുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ ഊണും ഉറക്കവുമില്ലാതെ കഴിക്കാതെയും കുടിക്കാതെയും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുവാൻ, നമ്മൾ സുഖമായിട്ട് ഇരിക്കാൻ, നമ്മളെ ഒരു ശത്രു നമുക്ക് ദോഷം വരുത്തുവാൻ ഇടവരുത്താതെ അവർ നമ്മുടെ അതിർത്തികളിൽ നിന്നുകൊണ്ട് അഹോരാത്രം ജോലിയെടുക്കുന്ന നമ്മുടെ 3 സേനാ വിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യം ഒരു വിധമായ കഷ്ടത്തിലേക്കും പോകാൻ ഇടവരുത്ത, ക്ഷാമത്തിൻ്റേതായിട്ടുള്ളതോ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അത് നമ്മളെ ഇന്ത്യയിലെ ജനിച്ച നമ്മുടെ ഓരോ പൗരൻ്റെയും കടമയാണ്. ഓരോ പൗരൻ്റെയും കടമയും കർത്തവ്യവും ഉത്തരവാദിത്വമാണത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്ന, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. ജാതി മതം പാർട്ടികളും മറന്ന് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ എല്ലാവരും നിലനിൽക്കുന്നല്ലോ. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം. ജാതി മത ഭേദമില്ലാതെ, ഇവിടെ വർഗീയത, ജാതി മത ഭേദം ഒന്നുമില്ലാതെ, അതിനൊന്നുമല്ല ഇവിടെ സ്ഥാനം. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും ശത്രുവിനെ തുരത്തുവാനുള്ള നമ്മുടെ ഒന്നായിട്ടുള്ള ഒറ്റക്കെട്ടിനുമാണ് ഇവിടെ പ്രാധാന്യം ഉണ്ടെന്ന്. കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെയും നമുക്കറിയാം. ഞാൻ 71 യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഞാൻ കൊച്ചാണ്. അന്നൊന്നും ഇത്രയും, എന്നാലും വീട്ടിലോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പത്രം വായിക്കുന്നതുകൊണ്ട് കൊച്ചിലേ തൊട്ടേ ഒരു സ്പിരിറ്റാണ്. വാർത്തകൾ അറിയാനും വാർത്തകൾ വായിക്കുവാനും സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിപ്പാനും, സ്വന്തം രാജ്യത്തെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്താൽ അവിടെ അതിനെ പ്രതികരിക്കാനും ഒക്കെ എൻ്റെ രക്തം തിളയ്ക്കാറുണ്ട് ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ. അത് ഞാൻ ചെയ്യാറുമുണ്ട്. എൻ്റെ പ്രാർത്ഥനയിലെല്ലാം എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് വിദേശത്തായിരുന്നപ്പോഴെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കും. നമ്മൾ എവിടെയായിരുന്നാലും, ഏത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ജോലിയുടെ ബന്ധത്തിലൊക്കെ ആയിരുന്നെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിവിടെയാണല്ലോ, യുദ്ധം നടക്കുന്നത് ഇന്ത്യയിലല്ലേ, നമ്മളിവിടെയാണല്ലോ, വിദേശത്താണല്ലോ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെ ഈ കാണുന്ന ഒരു കൂട്ടുകാരും ചിന്തിക്കരുത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരേണ്ടുന്നത് നമ്മുടെ രാജ്യത്തേക്ക് തന്നെയാണ്. ഞാൻ യമനിലായിരുന്നപ്പോൾ അവിടെ യുദ്ധം മൂത്ത് വന്നപ്പോൾ 15 വർഷം അവിടെ ജോലി ചെയ്തു. അവിടുത്തെ യമൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് യുദ്ധം മൂത്ത് വന്നപ്പോഴാണ് 2015 ഇന്ത്യ ഗവൺമെൻറ് നമ്മളെ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നത് നേരിട്ട് കണ്ടതും അനുഭവിച്ചതും, യുദ്ധത്തിലെ അകപ്പെട്ടു പോയി മരിച്ചും പിന്നെ അംഗവൈകല്യം സംഭവിച്ചും ചിതറിയൊക്കെ വരുന്ന ശവശരീരങ്ങളെയും രോഗികളെയും ഒക്കെ ശുശ്രൂഷിച്ച ഒരു വ്യക്തി, ഹാൻഡിൽ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ പറയുന്നത്. ഒരു രാജ്യവും ആഭ്യന്തര കലഹത്തിൽ പോകരുത്. ആ രാജ്യത്തിൻ്റെ യമൻ എന്ന രാജ്യം നശിക്കുവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെറിയ പ്രശ്നങ്ങൾ സ്റ്റാർട്ടായതാണ്. അവിടുത്തെ ഹൂതികൾ എന്ന് പറയുന്ന ആൾക്കാരെ പെട്ടെന്ന് അവരുടെ തലയിൽ ചെറുത്താൻ കയറി അവർക്ക് തോന്നിയതാണ് അവിടുത്തെ മിലിറ്ററിയുമായിട്ട് അടിക്കാനും കൊണ്ട്, അവിടുത്തെ മിലിറ്ററിയുമായിട്ട് അടിക്കാനുള്ളത്. അപ്പം ഞങ്ങൾ മിലിറ്ററിയിൽ ജോലി ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെയായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ കേട്ടാൽ നിങ്ങൾക്ക് വിഷമം വിവരിച്ചാൽ അയ്യോ എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം. ശവങ്ങളുടെ നടുവിൽ കൈയില്ലാത്തവർ, കാലില്ലാത്തവരെ, തലയേറ്റ് പോയവരെ, കാലില്ലാത്തവർ, അങ്ങനെ വികൃതമായ
ശവശരീരങ്ങളുടെ നടുവിൽ നിന്ന് ജോലി ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക ധൈര്യം നമുക്കുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിലെ ആയിരുന്ന സമയത്ത് ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ അന്ന് 5 വയസ്സേ ഉള്ളൂ. എങ്കിൽ പോലും അന്ന് ഞാനും എൻ്റെ ആങ്ങളെയും കൂടി അന്ന് എനിക്ക് 4 വയസ്സും ആങ്ങളയ്ക്ക് 7 വയസ്സും ഉള്ളപ്പോഴാണ്. അപ്പോൾ ഒന്നും അറിയത്തില്ല. പക്ഷേ അമ്മയൊക്കെ പറഞ്ഞത് അമ്മ അറിവിൻ്റെ ഒരാളായിരുന്നു. അമ്മ നല്ല കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചിട്ടുള്ളതും നല്ല ജനറൽ നോളജുള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മ. അന്നത്തെ കാലത്ത് 8ാം ക്ലാസ് വരെ പഠിച്ച അമ്മയായിരുന്നു. ആ അമ്മ പകർന്നു വന്ന അറിവും ജ്ഞാനവും ബുദ്ധിയും, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് ഇടപെടണം, എടുക്കണം എന്നുള്ളതെല്ലാം അമ്മ പഠിപ്പിച്ചു തന്നു. അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. അപ്പം ഇന്നമ്മയില്ല. അമ്മ മരിച്ചിട്ടിപ്പം 15 വർഷമാകുന്നു. എന്നാലും അമ്മയുടെ ആ പ്രാർത്ഥന, അമ്മയുടെ ആ സ്പിരിറ്റ്, അമ്മയെ നമുക്ക് തന്ന ഇൻസ്പിരേഷൻ, അതെല്ലാം ഇപ്പോഴും എന്നിലുണ്ട്. എൻ്റെ അമ്മയുടെ ബ്ലെസ്സിങ്സും ഉണ്ട് എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ സമയത്ത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ കൊച്ചു പിള്ളേരല്ലേ. എങ്കിൽ പോലും ഞങ്ങളെ ഈ കമ്മ്യൂണിസ്റ്റ് കാർഡ് ഇങ്ങനെ പിടിച്ച് ജയ് വിളിച്ചു. ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ വീടിന് ചുറ്റും നടന്ന ഓർമ്മ എനിക്കുണ്ട്. മാവേ സെത്തും നേതാവേ മാവേ നിന്നെ തൂക്കിയിടുമെന്നും പറഞ്ഞാണ് ആ മുദ്രാവാക്യം വിളിച്ചും കൊണ്ടാണ് ഞങ്ങളന്ന് ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ അതൊക്കെ ചെയ്തത്. അന്നൊന്നും അറിവില്ലല്ലോ. പിന്നീട് 71 യുദ്ധം നടന്നപ്പോൾ ഇന്ത്യ, പാകിസ്ഥാന്, ബംഗ്ലാദേശൊക്കെ ഉണ്ടായി. അന്നേരം ഇച്ചിരൊക്കെ അറിവുണ്ട്. വായിക്കാനും ഒക്കെ പത്രങ്ങൾ വരുത്തുന്നതുകൊണ്ട് വിവരങ്ങളൊക്കെ അറിയുവാനും എടുക്കാനും നല്ലൊരു സംസ്കാരത്തിൽ വളർന്നു വരുവാനും അമ്മയെ സഹായിച്ചിട്ടുണ്ട്. അമ്മ പകർന്നും തന്നിട്ടുണ്ട്. അതാണ് ഐ ആം വെരി പ്രൗഡ് അബൌട്ട് ഫോർ മൈ മദർ. എൻ്റെ അമ്മ എൻ്റെ അഭിമാനമാണ്. അപ്പം അമ്മയുടെ ഉടംപിറവിയാണ് ഞാനെന്നാണ് പറയുന്നത്. ആ അമ്മയുടെ അതേ ലൈഫ് തന്നെ, അതേ അമ്മ പകർന്നു തന്ന അതേ ഇൻസ്പിരേഷൻ തന്നെ, അതേ മോറൽ തന്നെ തുടർന്ന് ഈ നിമിഷം വരെയും ജീവിക്കാൻ എന്നെ ദൈവം സഹായിക്കുന്നുണ്ട്. അതിന് അമ്മയ്ക്ക് വലിയ നന്ദി ഉണ്ട്. അമ്മയോട് ഒന്ന് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ അമ്മയോട് നന്ദിയും സ്നേഹമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തെ ഒരു കഷ്ടതയാർസ്ഥിതി വരാനിട വരുത്തരുത്. കാരണം ആതങ്കവാദത്തിൻ്റെ യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും 15 വർഷം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് എപ്പോഴും ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യം ഒരിക്കലും പൊതുവേ യുദ്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അന്ന് 99 ഞാൻ യമന് പോകുന്നത്. 1999 ഞാൻ പോയി അവിടെ എത്തിക്കഴിയുമ്പോഴാണ് പിന്നെ ഇങ്ങനെ കാർഗിൽ യുദ്ധം, അന്ന് വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ എനിക്ക് അന്നേരം ഇങ്ങനെ സോഷ്യൽ മീഡിയ, ഫോൺ സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ യുദ്ധം തുടങ്ങിയെന്ന് ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞപ്പോൾ കാർഗിൽ യുദ്ധം എനിക്കതിൻ്റെ വാർത്തകൾ അറിയാം. കാരണം ഒരു നിവൃത്തിയുമില്ല, അന്ന് മൊബൈലും ഒന്നുമില്ല. വാർത്തകൾ അറിയാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ആകാംക്ഷ. എൻ്റെ രാജ്യം എന്തോ ആയി, എന്നതായി എന്ന് അറിയാനുള്ള ആ ഒരു ഭയങ്കര ഒരു സ്പിരിറ്റ്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് പത്രമെങ്കിലും വായിച്ചു തരാൻ. അങ്ങനെ കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് അന്ന് വേൾഡ് കപ്പും കൂടെ ആയിരുന്നു ക്രിക്കറ്റിൻ്റെ. ആ പത്രങ്ങളെല്ലാം എനിക്ക് ഹസ്ബൻഡ് ഇങ്ങനെ തപാൽ വഴി അയച്ചു തന്നിട്ടുണ്ട് യമനിലേക്ക്. അങ്ങനെ അതൊക്കെ ഞാൻ വായിച്ച് അതായത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് എവിടെ ആയിരുന്നാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറയുകയല്ല. രാജ്യസ്നേഹം പറഞ്ഞ് നമ്മുടെ രാജ്യത്തിലെ കലഹമുണ്ടാക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. യഥാർത്ഥ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കുക. നമ്മുടെ ഭരണാധികാരികളെ, നമ്മുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ, നമ്മുടെ 3 സേനാവിഭാഗങ്ങളെ, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും കടമയും കർത്തവ്യം. കൊച്ചിലെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു. എൻ്റെയൊക്കെ സമയത്ത് സ്കൂളിൽ പഠിച്ച ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. എൻ്റെ രാജ്യത്തിൽ അഖണ്ഡതയും അതെല്ലാം വെക്കുന്നു. ആ എടുത്ത പ്രതിജ്ഞകളൊക്കെ ചെയ്തവർ അന്ന് സ്കൂളിൽ പഠിച്ചു. ഇന്ന് ആ പ്രതിജ്ഞകളൊക്കെ ചെയ്തവരും എടുത്തവരും ഒക്കെ ഇന്ന് തമ്മിലെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ കലഹിക്കുന്നത് കാണുമ്പോൾ വളരെ ദുഃഖവും പ്രയാസവും ഉണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ
ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, സെക്കുലർ രാജ്യമാണ്, ഡെമോക്രാറ്റിക് രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് വിവിധ ജാതിക്കാർ, വിവിധ മതക്കാർ, വിവിധ തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവരെ, വിവിധ തരത്തിലുള്ള സംസ്കാരമുള്ളവരെ എല്ലാം കഴിയുന്ന ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ. അപ്പോൾ അതിൻ്റെ ആ സംസ്കാരവും പൈതൃകതയും അതിൻ്റെ ആ അഖണ്ഡതയും ഒക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മളെ പരസ്പരം ചെളിവാരി എറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏതൊരു രാജ്യത്തിലും ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മറ്റു രാജ്യങ്ങളും അതിനെ കയറിപ്പിടിക്കുന്നത്. കാരണം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ യമനാണ്. യമനിലെ ഹൂതികൾ ചെറുതായിട്ട് തുടങ്ങിയ പ്രശ്നമാണ്. പിന്നെ അത് വളർന്ന് പന്തലിച്ച് വലുതായി. പിന്നെ ആ ഹൂതികൾക്ക് ഇറാൻ സൈഡ് കൊടുത്തു അങ്ങനെ കയറി വരികയും പിന്നെ ആ രാജ്യം മൊത്തമായിട്ട് അങ്ങ് നശിക്കുകയും ചെയ്തത്. അത് ഇപ്പോഴും എന്തുണ്ട്, 2015 ഞങ്ങൾ വരുന്ന സമയത്ത് ആ എയർപോർട്ട് നശിച്ചു പോയായിരുന്നു. അവിടുന്ന് നശിച്ചു തകർന്നു കിടന്ന എയർപോർട്ടിൽ കൂടിയാണ് ഞങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം പിന്നെ അവർ ഹൂതികളൊക്കെ കയറി കഴിഞ്ഞിട്ട് അത് പിന്നെ പണിതെടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പം എന്താണ്ട് അത് ട്രംപ് അടിച്ചു പൊട്ടിച്ചു നാമാവശേഷമാക്കി കിടക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നശീകരണം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളതിൻ്റെ നേരിൽ കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാനീ പറയുന്നത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യമാണ് നമ്മളെപ്പോഴും രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, രാജ്യത്തിന് വേണ്ടിയിട്ടും പട്ടാളക്കാർക്കും നമ്മുടെ ഓരോ പൗരന്മാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക, നമ്മുടെ ദേശത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, നമ്മുടെ രാജ്യത്തെ ക്ഷാമവും ഒന്നും കടന്നു വരാതെ, കഷ്ടതകളൊന്നും കടന്നു വരാതെ നമ്മുടെ രാജ്യത്തെ ദൈവം കാത്തുകൊള്ളേണ്ടതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തിനാണ് എല്ലാം സാധ്യം എന്ന് നമ്മളറിയുന്നു. ഏതൊരു രാജ്യത്തിനും യുദ്ധം നല്ലതല്ല. അതാണ് യുദ്ധവും യുദ്ധൻ്റെ ഭീഷണികളും നല്ലതല്ല. ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുകയും എടുക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് ഞാൻ കൂട്ടുകാരോട് ഈ വിഷയം സംസാരിക്കുവാനെടുത്തത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. വിജയം നമുക്ക് തന്നെ സുനിശ്ചിതം എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനാശംസകളെ. ജയ് ഹിന്ദ്.